നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ സംസാരിക്കേ, ഞാനിപ്പോ വരാം. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? എന്നെയോ അവളെയോ പിന്തുണച്ചാ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് കുഞ്ഞാറ്റെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അമ്മ അതിനൊന്ന് സമ്മതിക്കാൻ സാധ്യതയില്ല. സമ്മതിക്കാതെ എങ്ങനെയാ? ഒരു ജോലിക്കാരിയെ പോലെയാണ് കുഞ്ഞാറ്റെ ഈ വീട്ടിൽ വന്നെങ്കിലും ഇപ്പൊ അമ്മ കൊടുത്ത സ്വാതന്ത്ര്യം കാരണം മുതലാളിയെ പോലെയാ പെരുമാറുന്നത്. ഗിരിയേട്ടൻ തൽക്കാലം പരാതി ഒന്നും പറയാൻ നിൽക്കണ്ട. അമ്മ എന്തായാലും കുഞ്ഞാറ്റെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കൂ. നിങ്ങൾ തമ്മിൽ അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. കുഞ്ഞാറ്റെ എല്ലാരും വിളിച്ചൊന്ന് ഉപദേശിച്ച സ്ഥിതിക്ക് അവരുടെ സ്വഭാവത്തില് ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് ഒരവസരം കൂടി കൊടുത്തൂടെ? നോക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയായിരുന്നു. എന്റെ മാല മഹിമയുടെ ബാഗിൽ കൊണ്ട് വെക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പോലും കൃത്യമായിട്ട് ചെയ്യാൻ കുഞ്ഞാറ്റിക്ക് പറ്റിയില്ലേ? മോളെ, ഞാൻ ആ മാല അവളുടെ ബാഗിൽ തന്നെ ഇട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെ അത് കുഞ്ഞാറ്റയുടെ ബാഗിൽ വന്നു? മാല എഴുന്നേറ്റ് വന്ന് നടന്നു പോയി കുഞ്ഞാറ്റയുടെ ബാഗിൽ പോയിരുന്നോ? എനിക്കറിയില്ല മോളെ. അറിയില്ല. ഭാനുമി, ഞാൻ മാല മോഷ്ടിച്ചെന്ന് വിശ്വസിച്ചിരിക്കുക. നമ്മുടെ പ്ലാനിംഗ് ഒന്നും പക്ഷെ ഭാനുമിക്ക് അറിയില്ലല്ലോ. മോള് പോയി സംസാരിച്ച് ആ തെറ്റിദ്ധാരണ ഒന്നും മാറ്റ്. അത് തെറ്റിദ്ധാരണ ആണോന്ന് എനിക്ക് ഉറപ്പില്ല. സത്യം പറ, കുഞ്ഞാറ്റ ആ മാല അടിച്ചു മാറ്റാൻ ശ്രമിച്ചതല്ലേ? അയ്യോ മോളെ, ഞാൻ ഈ കുടുംബത്തോട് അങ്ങനെ ഒരു നെറുകേട് കാണിക്കുവോ? എന്നെ മോക്ക് എത്ര വർഷമായിട്ട് അറിയാം. എന്നിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്? എനിക്കതൊന്നും അറിയില്ല. ആ മാല എങ്ങനെയാ കുഞ്ഞാറ്റയുടെ ബാഗിൽ എത്തിയത് എനിക്കതറിഞ്ഞാ മതി. അയ്യോ മോളെ, എന്നെ ഇങ്ങനെ സംശയിക്കരുത്. മോള് പറഞ്ഞത് പ്രകാരമല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷെ മാല കണ്ടപ്പോ കുഞ്ഞാറ്റയുടെ കണ്ണുകൾ മഞ്ഞളിച്ചു അല്ല? എന്താ രണ്ടുപേരും കൂടെ വഴക്കൂടാണോ? ആണെങ്കിൽ നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എന്നാലും ഞാൻ കാരണമാണല്ലോ നിങ്ങൾ പരസ്പരം അടി കൂടുന്നതെന്ന് കാണുമ്പോ ഒരു കുറ്റബോധം തോന്നുന്നു. നിനക്കെന്തിനാ കുറ്റബോധം തോന്നുന്നത്? നീ എന്ത് ചെയ്തു? കുഞ്ഞാറ്റ എന്റെ ബാഗിൽ മാല കൊണ്ടിടുന്നതേ ഞാൻ കണ്ടു. ഞാൻ തന്നെയാ അത് കുഞ്ഞാറ്റയുടെ ബാഗിൽ കൊണ്ടിട്ടത്.
മുന്നിൽ കള്ളിയാക്കിയല്ലേടി? അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ നാടകം കളിച്ചത് എന്നെ ഈ വീട്ടുകാരുടെ മുന്നിൽ മാലാഖയാക്കാനാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കൊരു പണി തരാൻ ശ്രമിച്ചു. അത് ഞാൻ അങ്ങ് തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ. ഇനിയും ഇങ്ങനെയുള്ള വൃത്തികെട്ട കളികൾ കളിക്കാൻ എന്റെ അടുത്ത് വരരുത്. ചേച്ചി എന്നോട് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞത്. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. ഇല്ലെങ്കിലേ ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് സെല്ലിൽ കിടക്കേണ്ടി വന്നേനെ. നീ ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. പോലീസിനെ പേടിയില്ലാത്ത കുടുംബം ഞങ്ങളുടേത്. അത് സെല്ലി കയറ്റി പോലീസുകാര് രണ്ടിടി ഇടിച്ചാ ശരിയാവും. പിന്നെ പോലീസുകാരെ കാണുമ്പോ താനേ ബഹുമാനവും പേടിയും ഒക്കെ വന്നോളും. നീ അതൊക്കെ വിട്. ഇത്തവണ ഞങ്ങൾ വെച്ച കെണിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാ തവണയും ഇങ്ങനെ നടക്കണമെന്നില്ല. ഇതൊക്കെ നിർത്തിക്കൂടെ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നീയും നിന്റെ ചേച്ചി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോണം. ഞാൻ വീട് വിട്ട് പോകുന്നതിലൊരു അർത്ഥമുണ്ട്. പക്ഷെ ചേച്ചി എന്തിനാ പോകുന്നത്? ഇത് ചേച്ചിയുടെയും കൂടെ വീടല്ലേ? എന്ന് ആര് പറഞ്ഞു? ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവരും. നീ വീട്ടിലേക്ക് കയറി വന്നത് എന്തായാലും നന്നായി. മഞ്ജുവിനെ എന്ത് പറഞ്ഞാലും ഒരു പ്രതികരണം കിട്ടുന്നത് ബുദ്ധിമുട്ടാ. പക്ഷെ നിന്നെ എന്തെങ്കിലും ചെയ്താ മഞ്ജുവിന് അപ്പൊ തന്നെ വിഷമം തോന്നും. നിന്നെ ഉപയോഗിച്ച് ഞങ്ങൾ മഞ്ജുവിനെ ടോർച്ചർ ചെയ്യും. നിങ്ങൾക്ക് ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുന്നേ? ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം ഇതിലും മോശമായിരിക്കും. ഭീഷണിയാണോ ഉദ്ദേശിച്ചേ? അത് എന്റെ അടുത്ത് ചെലവാവില്ല. നിന്നെ കുറിച്ച് കുറെ വിവരങ്ങൾ അറിയാവുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ബുദ്ധിയല്ല. എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാന്ന്? മുകുന്ദൻ വക്കീൽ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. എന്താ ഞാൻ പറഞ്ഞ കേട്ട് ഷോക്കായോ? മുകുന്ദൻ നിന്നോട് എല്ലാം പറഞ്ഞല്ലേ? അവൻ കുറച്ച് മോഹനീയതുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ച. വക്കീൽ എന്നോട് ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എനിക്കാണ് പല സംശയങ്ങളും തോന്നിയത്. ഇപ്പോ നിന്റെ പ്രതികരണം കണ്ടപ്പോ എന്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പിക്കാനും പറ്റി. ഈ വിവരം ഗിരിയേട്ടനറിഞ്ഞാ എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്ക് ഊഹിക്കാലോ. അതുകൊണ്ട് എന്റെയും ചേച്ചിയുടെ വഴിക്ക് നീ വരരുത്. നിങ്ങളുടെ വഴിക്ക് ഞങ്ങളും വരില്ല. മോളെ, അവള് നമ്മളെ പെടുത്തിക്കളഞ്ഞല്ലോ.